സുഹൃത്തുക്കളെ, കൽക്കട്ടയിലെ മറ്റൊരു ദൃശ്യത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഹൗറ ബ്രിഡ്ജ് കൽക്കട്ടയിലെ ഹുഗ്ലി നദിക്ക് കുറുകെയുള്ള സമതുലിതമായ ഒരു ഉരുക്കുപാലമാണ് ഈ കാണുന്ന ഹൗറ ബ്രിഡ്ജ്. എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് ഇതിനെ നമുക്ക് പറയാം. നല്ല തിരക്കുള്ള ഈ കൽക്കട്ട സിറ്റിയിലൂടെയാണ് എൻ്റെ യാത്ര. ഹൗറയിൽ നിന്ന് കൽക്കട്ട സിറ്റിയിലേക്കാണ് ഈ പാലം, ഹുഗ്ലി നദിക്ക് കുറുകെയുള്ള ഈ പാലം. 1943 കമ്മീഷൻ ചെയ്ത പാലത്തിൻ്റെ ഇരുകരയിലുമായാണ് കൽക്കത്തയും ഹൗറയും സ്ഥിതി ചെയ്യുന്നത്. 1965 ജൂൺ 14 ബംഗാളി കവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേരിൽ നിന്ന് രവീന്ദ്ര സേതു എന്ന് പുനഃനാമകരണം ചെയ്തു. ഹുഗ്ലി നദിയിലെ ഈ പാലം കൊൽക്കത്തയുടെയും പശ്ചിമ ബംഗാളിൻ്റെയും പ്രസിദ്ധമായ പ്രതീകമാണ്. പ്രതിദിനം ഏകദേശം 1,00,000 വാഹനവും അത്ര തന്നെ കാൽനടക്കാരും സഞ്ചരിക്കുന്നു എന്നാണ് ഇതിൻ്റെ കണക്ക്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ മേൽപ്പാലമായാണ് ഇത് കണക്കാക്കുന്നത്. ഈ പാലം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, പാലത്തിന് നെട്ടു ബോൾട്ടുകളോ അല്ല എന്നാണ്. റിബേറ്റുകൾ ചെയ്താണ് ഇത് കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത്. ഇതിനാവശ്യമായ സ്റ്റീൽ 26,500 ടൺ വേണ്ടിവെന്നാണ് കണക്ക്. നമുക്കിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കാണുന്ന സ്റ്റീലിൻ്റെ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഇതിൽ മേലാണ് ഈ പാലം തൂങ്ങി നിൽക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് തൂണുകളൊന്നുമില്ല. നടുവിൽ ഹുഗ്ലി നദിയിൽ പില്ലറുകളില്ലാതെ, പില്ലറിൻ്റെ സപ്പോർട്ടില്ലാതെയാണ് ഇതിൻ്റെ നിർമ്മാണം. മുകളിൽ കാണുന്ന ഈ സ്റ്റീൽ വെയിറ്റിന്മേൽ പാലം തൂങ്ങി നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ പാലം ആവശ്യമായ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 26,500 ടൺ സ്റ്റീൽ വേണ്ടി വന്നു എന്നാണ് ഇതിൻ്റെ കണക്ക്. അതിൽ 3,000 ടൺ സ്റ്റീൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതും. അപ്പോഴേക്കും രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1939 മുതൽ 45 വരെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. അതുകൊണ്ട് ബാക്കി സ്റ്റീൽ 23,000 ടണ്ണിൽ കൂടുതൽ സ്റ്റീൽ ടാറ്റ കമ്പനിയാണ് ടിസ്ക്രോം സ്റ്റീൽ സമയബന്ധിതമായി നിർമ്മിച്ച് വിതരണം ചെയ്തത്. ഇപ്പോൾ പാലത്തിലൂടെ ട്രാം സർവീസ് ഫണ്ടുണ്ടായിരുന്നു, അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അന്തരീക്ഷ മലിനീകരണവും ജൈവ മാലിന്യങ്ങളും മൂലം, അതായത് പക്ഷികളുടെ വിസർജ്യവും മൂലം പാലം തുരുമ്പെടുക്കുന്നതുണ്ട്. ഈ തുരുമ്പ് എല്ലാം ഉരച്ച് പെയിന്റിങ് ചെയ്യുന്നതിന് വേണ്ടി 26,500 ലിറ്റർ പെയിന്റ് വേണം എന്നാണ് പറയപ്പെടുന്നത്.